യാത്രാക്ലേശം അനുഭവിക്കുന്ന കല്ലിയോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വിവിധ സംഘടനകൾ സൈക്കിളുകൾ നൽകി. പ്രധാനാധ്യാപിക ചിത്രയുടെ അക്ഷീണ പ്രയത്നമാണ് ഇവരുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Britco and Britco, Nalapad UK Mall, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. കല്ലിയോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 25 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പഠന സൗകര്യാർത്ഥം സൈക്കിളുകൾ വിതരണം ചെയ്തത്. ഈ പൊതുവിദ്യാലയത്തിന്റെ പുരോഗതിക്കും മുന്നേറ്റത്തിനുമായി ആത്മാർത്ഥമായും അക്ഷീണമായും പ്രയത്നിച്ചു വരുന്ന പ്രധാനാധ്യാപിക കൊടക്കാട് വെള്ളച്ചാൽ സ്വദേശിനി MK ചിത്ര തന്നെയാണ് യാത്രാക്ലേശം അനുഭവിക്കുന്ന ഈ കുട്ടികളുടെ വലിയൊരു സ്വപ്നവും സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചത്. തന്റെ സ്കൂളിനോടും കുട്ടികളോടുമുള്ള ചിത്ര ടീച്ചറുടെ സ്നേഹവും സമർപ്പണവും വളരെ വേഗത്തിൽ മനസ്സിലാക്കിയ കാസർകോട്ടെ ഫ്രീ മേസൺ ലോഡ്ജ് 257 എന്ന സംഘടനയും കാഞ്ഞങ്ങാട്ടെ ഭാരത് സൈക്കിൾ ഏജൻസീസും ചേർന്ന് 15 സൈക്കിളുകൾ സംഭാവന ചെയ്യുകയായിരുന്നു. ഇതോടൊപ്പം ചിത്ര ടീച്ചറുടെ ഭർത്താവായ സുരേഷ് കുമാറും സുഹൃത്തുക്കളും അംഗങ്ങളായിട്ടുള്ള ഇന്ത്യയിലെമ്പാടുമുള്ള അഭ്യുദയകാംക്ഷികളുടെ കൂട്ടായ്മയും 10 സൈക്കിളുകൾ സംഭാവന നൽകി. ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തി കണ്ടെത്തിയ ഏറ്റവും കൂടുതൽ യാത്രാ പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും കരുതലിന്റെയും എല്ലാം കൈത്താങ്ങായി ഇവ സമ്മാനിച്ചത്. ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് ഫ്രീ മേസൺ ലോഡ്ജ് കാസർഗോഡ് 257 ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ CM കൃഷ്ണകുമാർ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ R രോഹിൻ രാജ് KAS, ഭാരത് സൈക്കിൾ ഏജൻസീസിലെ B രാജേന്ദ്ര ഷേണായി, സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് സൈക്കിളുകൾ വിതരണം ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് ലോകമെമ്പാടും യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഡേ സെലിബ്രേഷൻ ആണ്. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ചാരിറ്റി പ്രോഗ്രാം, പിന്നെ ഈ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള പഠനങ്ങൾ, എഡ്യൂക്കേഷൻ, ഇത് രണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചാരിറ്റി എന്ന രീതിയിൽ ഇന്ന് 15 സൈക്കിൾ നമുക്ക് കൊടുക്കാൻ പറ്റി. അത് എല്ലാ ഇതും എടുത്ത് അതിൽ ശരിക്കും പറഞ്ഞാൽ അതിന് മുൻഗണന എടുത്തത് നമ്മുടെ ഹെഡ് മിസ്ട്രസ് മിസ്സസ് ചിത്രയാണ്. അവർക്ക് വലിയൊരു കൈകടി എല്ലാവർക്കും. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് T പുരുഷോത്തമൻ അധ്യക്ഷനായി. ഭാരത സൈക്കിൾ പ്രതിനിധി പ്രവീൺ, സ്കൂൾ പ്രതിനിധികളായ സിജോ കുറ്റാനിക്കൽ, പ്രിയങ്ക വേണുനാഥൻ, അഗസ്റ്റിൻ ബേബി എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാനാധ്യാപിക MK ചിത്ര സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശുഭശ്രീ ടീച്ചർ നന്ദിയും പറഞ്ഞു. 8ാം തരം വിദ്യാർത്ഥിനിയായ വൈഗ സ്വന്തം കൈപ്പടയിൽ ചിത്ര ടീച്ചറുടെ ചിത്രം വരച്ച് അപ്രതീക്ഷിതമായി സമ്മാനിച്ചതും പരിപാടിയിലെ മധുരമനോഹര മുഹൂർത്തമായി. അനുബന്ധമായി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ ഹോസ്തൃക റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ BJ ജോസഫ് ക്ലാസ് എടുത്തു. ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണം. അതിന് ഇവിടെ പറഞ്ഞ നമ്മൾ കാണിച്ചുള്ള സ്നേഹം, കരുണ, ദയ ഇതൊക്കെ ഉണ്ടാകണം. അത് നമ്മൾ ചാരിറ്റി എവിടുന്ന് തുടങ്ങണം? ആദ്യം വീട്ടില് അപ്പനും അമ്മയും പറഞ്ഞ് കേൾക്കണ്ടേ? സഹോദരങ്ങളെ സഹായിക്കണ്ടേ? നിങ്ങൾക്ക് വീട്ടിൽ ചേട്ടൻ അനിയന്മാരൊക്കെ ഇല്ലേ? അവരെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? ഉണ്ട്. വീട്ടിലെ അമ്മേനെ സഹായിക്കാറുണ്ടോ? അച്ഛനെയോ? അങ്ങനെ സഹായിച്ച് വീട്ടിൽ വളർന്ന സഹായം അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകും. നല്ല വ്യക്തികളായി തീരണം. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളായ ശിവകാമി, ആൽവിൻ എന്നിവരും തങ്ങളുടെ നിലപാടുകൾ പറഞ്ഞു. ലഹരിവിരുദ്ധ സന്ദേശം മുൻനിർത്തി കുട്ടികൾ കല്ലിയോട്ട് ടൗണിൽ സൈക്കിൾ റാലിയും നടത്തി. Be a hero, say no to drugs എന്ന സന്ദേശവാചകമെഴുതിയ പ്ലക്കാർഡുകളും മറ്റു കുട്ടികളും റാലിയിൽ അണിചേർന്നു. രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം പങ്കെടുത്ത പരിപാടിയിൽ സന്തോഷസൂചകമായി പായസവും മധുരപലഹാരവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പെരിയ.